ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഒരു വിനോദസഞ്ചാര കേന്ദ്രത്തിൻ്റെ യാത്രാ വിവരണവുമായാണ് ഈ വീഡിയോ പങ്കുവയ്ക്കുന്നത്. അതിനുവേണ്ടി കാറിലൂടെയാണ് അവിടേക്കുള്ള യാത്ര ആരംഭിക്കുന്നത്. ഇപ്പോൾ രാവിലെ 6:30 നേരത്താണ് ഞങ്ങൾ അവിടേക്ക് ഇറങ്ങുന്നത്. കർണാടകയുടെ സംസ്ഥാന തലസ്ഥാന നഗരമായ ബാംഗ്ലൂരിൽ നിന്ന് 240 കിലോമീറ്റർ ദൂരമുള്ള ചിക്മംഗ്ലൂരിലേക്കാണ് ഞങ്ങളുടെ യാത്ര. ഞങ്ങൾ 3 പേരടങ്ങുന്ന ഫാമിലിയാണ് ഈ സഞ്ചാരത്തിന് സാക്ഷ്യം വഹിക്കുന്നത്. ഹെസറഘട്ട റോഡ് വഴിയാണ് യാത്ര തുടങ്ങുന്നത്. കർണാടകയിലെ ഒരു ഡിസ്ട്രിക്റ്റ് എന്നറിയപ്പെടുന്ന ചിക്മംഗ്ലൂരു മൈസൂരിൽ നിന്നാണെങ്കിൽ 183 കിലോമീറ്റർ ദൂരമുണ്ട്. ഇന്ത്യയിൽ ആദ്യമായി കാപ്പി കൃഷി തുടങ്ങിയ സ്ഥലമാണ് ചിക്മംഗ്ലൂർ. ഒരു പ്രമുഖ സഞ്ചാര കേന്ദ്രമാണ് ചിക്മംഗ്ലൂരു. വയനാടിനുള്ളിൽ അവിടേക്കുള്ള യാത്രയുടെ റൂട്ടിലൂടെ ക്ലിപ്പാണ്. ഞങ്ങൾ യൂക്കാലിപ്റ്റസ് മരങ്ങൾ നിറഞ്ഞിട്ടുള്ള ഹാസനിലെത്തി. അതിനുശേഷം മംഗളൂരു, പിന്നെ ബേലൂരിലാണെങ്കിൽ നിറയെ തെങ്ങിൻ തോപ്പുകളാൽ ചുറ്റപ്പെട്ടിരുന്ന റോഡിലൂടെയാണ് ഞങ്ങൾ ചിക്കമംഗളൂരിലേക്ക് 34 കിലോമീറ്ററിനുള്ളിൽ ബേലൂരിൽ നിന്ന് ചിക്കമംഗളൂരിലേക്ക് എത്തിച്ചേർന്നു. ഞങ്ങൾ താമസിക്കുന്നത് സിൽവർ സ്കൈ ഹോട്ടൽസ് ആൻഡ് റിസോർട്ട്സിലാണ്. അവിടേക്കുള്ള വഴിയിൽ സിൽവർ ടിപ്സുകളിൽ ധാരാളം കുരുമുളക് കൃഷി ചെയ്തതായി കണ്ടു. അതുപോലെ കാപ്പി കൃഷിയുടെ നടുവിലൂടെയുള്ള റോഡിലൂടെയാണ് ഞങ്ങൾ യാത്ര ചെയ്യുന്നത്. പശ്ചിമഘട്ടത്തിലെ മുല്ലയനഗിരി കൊടുമുടിയുടെ താഴ്വരയിൽ സ്ഥിതി ചെയ്യുന്ന ഈ നഗരം സുഖകരവും അനുകൂലവുമായ ഹിൽ സ്റ്റേഷൻ കാലാവസ്ഥ, ഉഷ്ണമേഖലാ മഴക്കാടുകൾ, കാപ്പി എസ്റ്റേറ്റുകൾ എന്നിവയാൽ ലോകമെമ്പാടുമുള്ള വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന ചിക്മംഗ്ലൂരിലെ ദ സിൽവർ സ്കൈ റിസോർട്ടിൽ ഞങ്ങൾ എത്തിച്ചേർന്നു. അവിടെ 2 days നൈറ്റായിരുന്നു ഞങ്ങളുടെ ദിവസങ്ങൾ സ്പെൻഡ് ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നത്. അങ്ങനെ അവിടെയുള്ള ബഗ്ഗിയിലൂടെ ഞങ്ങൾ റൂമിലേക്ക് തിരിച്ചു. വെൽക്കം ഡ്രിങ്ക് തന്ന് ഞങ്ങളെ അവിടേക്ക് അവർ സ്വാഗതം ചെയ്തു. ശേഷം നമുക്ക് എൻട്രൻസിലുള്ള കാഴ്ചകളുടെ എൻട്രൻസ് ആണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അതിമനോഹരമായ റിസോർട്ട് തന്നെയാണ് ഇവിടെ ലഭ്യമായിരിക്കുന്നത്. ചിക്മംഗ്ലൂരു വടക്കു ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന പ്രാകൃതമായ ബാബ ബുഡൻഗിരിയിൽ ബാബ ബുഡൻ ഇന്ത്യയിലേക്ക് ആദ്യമായി കാപ്പി കൊണ്ടുവന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നു. പൊതുവെ മിതമായതും തണുത്തതുമായ കാലാവസ്ഥയാണ് ഇവിടെ അനുഭവപ്പെടുന്നത്. നഗരത്തിലെ താപനില ശൈത്യകാലത്ത് 11-നും 20 ഡിഗ്രി സെൽഷ്യസിനും മുതൽ വേനൽക്കാലത്ത് 25-നും 32 ഡിഗ്രി സെൽഷ്യസും വരെ വ്യത്യാസപ്പെടുന്ന നല്ല കാലാവസ്ഥയാണ് ഇവിടെ നമുക്ക് ലഭിക്കുന്നത്. ഇവിടേക്ക് എത്തിപ്പെടുന്നതിന് നമുക്ക് ഏറ്റവും വേഗതയേറിയ റൂട്ട് NH-48 ഹാസൻ വഴിയാണ്. നമുക്കിവിടെ കാറിലൂടെ യാത്ര തുടർന്ന് ഇവിടെ എത്താൻ സാധിച്ചിരിക്കുന്നത്. ട്രക്കിങ്ങിന് ഏറ്റവും മികച്ച ഓപ്ഷനുകളിൽ ഒന്നാണ് ഈ ഇടം. മുള്ളയനഗിരി ട്രക്ക്, കുദ്രേമുഖ ദേശീയോദ്യാനത്തിലെ ട്രക്കിംഗ് എന്നിവ ഇവിടുത്തെ പ്രധാനമായ ട്രക്കിംഗ് ആണ്. ആന്തൂര്യത്തിൻ്റെ ഒരു ചെടി നമുക്കിവിടെ കാണാവുന്നതാണ്. മനോഹരമായ പ്ലാന്റ്സ് കൊണ്ട് ഇവിടെ ഫ്ലവേഴ്സും നല്ല ഡാർക്ക് കളറിൽ കാണപ്പെടുന്നു. അതുപോലെ ഭംഗിയുള്ള ശില്പങ്ങളും ഇവിടെ മരത്തിൽ കൊത്തിവെച്ചിട്ടുണ്ട്. ആനയുടെയും കുതിരയുടെയും അതുപോലെ മയിലിൻ്റെയും രൂപങ്ങൾ അവിടെ മനോഹരമായിട്ട് കൊത്തിവെച്ചിരിക്കുന്നുണ്ട്. നമ്മുടെ എൻട്രൻസിൽ കാണുന്ന ആകർഷണ വസ്തുക്കളാണ്. അങ്ങനെ നമുക്ക് നമ്മുടെ റൂം എവിടെയെന്ന് നോക്കാം. അതിനുവേണ്ടി നമ്മൾ തുടർന്ന് റൂമിലേക്ക് ഒരു ബഗ്ഗിയിലൂടെ നമ്മൾ യാത്ര തുടർന്നു. അങ്ങനെ ബഗ്ഗിയിലൂടെയുള്ള യാത്രയാണ് നമുക്കിവിടെ കാണുന്നത്. അങ്ങനെ ബഗ്ഗിയിലൂടെ നമ്മൾ റൂമിലേക്ക് പോവുകയാണ്. മനോഹരമായ കാപ്പിത്തോട്ടങ്ങളും ഇരുവശങ്ങളിലും കാണാവുന്നതാണ്. അങ്ങനെ രസകരമായ ബഗ്ഗിയുടെ ഉള്ളിൽ ഇരുന്നുള്ള യാത്ര നമുക്ക് വളരെയധികം ആനന്ദകരമായിരുന്നു. ഒരു പുതിയൊരു അനുഭവമായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ റൂമെത്തി.
റൂമിന് ചുറ്റുമുള്ള വെള്ളം നിറച്ചിട്ടുള്ള ബോട്ടിലുകളും അതുപോലെ സ്നാക്സും, പിന്നെ അവിടെ ബിസ്ക്കറ്റാണ് എടുത്തു വച്ചിരിക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടി അതിമനോഹരമായ ഒരു ബെഡാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. നല്ല രീതിയിൽ തന്നെ അവർ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. റൂമിനടുത്തായി ഒരു ബാൽക്കണിയും ഉണ്ട്. കാപ്പിത്തോട്ടങ്ങൾ വളരെ അടുത്ത് നിന്ന് നമുക്ക് കാണാം. ടു ഡേയ്സ് സ്റ്റേ ആണ് നമ്മളിവിടെ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അങ്ങനെ റൂമിൻ്റെ ബാൽക്കണിയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇനി കാണുന്നത്. താഴെ നിറയെ കാപ്പിത്തോട്ടങ്ങളാണ് കാണുന്നത്. 2 തരം സ്പീഷീസ് ആയിട്ടുള്ള കോഫി അറേബിക്ക ആൻഡ് കോഫി റോബസ്റ്റ എന്നിങ്ങനെ 2 വെറൈറ്റി സ്പീഷീസാണ് നമുക്കിവിടെ ലഭ്യമായിരിക്കുന്നത്, കാണാനായിട്ട് അവസരം ലഭിച്ചിരിക്കുന്നത്. 2 സ്പീഷീസുകളാണുള്ളത്. ചെറിയ ഇലകളോട് കൂടിയിട്ടുള്ളവ അറേബിക്ക ഫാമിലിയിലുള്ളതാണ്. അതുപോലെ വലിയ ഇലകളോട് കൂടിയിട്ടുള്ളവ റോബസ്റ്റ ഫാമിലിയിലുള്ളതാണ്. 2 സ്പീഷീസിനെയും നമുക്ക് ഇവിടെയുള്ള കാപ്പി എസ്റ്റേറ്റുകളിൽ കാണപ്പെടുന്നുണ്ട്. അങ്ങനെ നമ്മളുടെ യാത്രയിൽ നമ്മളുടെ മകൾ ഇതൊക്കെ സന്തോഷത്തോടെ നോക്കി കാണുകയാണ്. അങ്ങനെ ആ ദൂരെ കാണുന്ന ഹിൽസ്, ആ പർവ്വതത്തിൻ്റെ മുകളിൽ ആ കാണുന്ന ഒരു പീക്ക് നമുക്ക് ശ്രദ്ധിക്കാം. അതിലാണ് അവിടെ ഒരു ക്ഷേത്രമുണ്ട്. മുല്ലയനഗിരി കൊടുമുടിയാണ് അവിടെ കാണപ്പെടുന്നത്. കർണാടകയിലെ മലനാട് മേഖലയിൽ പശ്ചിമഘട്ടത്തിൻ്റെ താഴ്വരയിൽ ഡെക്കാൻ പീഠഭൂമിയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു നഗരമാണ് ചിക്കമംഗ്ലൂർ. അപ്പോൾ കർണാടകയിലെ 3ാമത്തെ ഉയർന്ന നഗരമായിട്ടാണ് ഈ ചിക്കമംഗ്ലൂർ എന്ന സ്ഥലം അറിയപ്പെടുന്നത് തന്നെ. ഇവിടെ പൊതുവെ മിതമായതും തണുത്തതുമായ കാലാവസ്ഥയാണ് അനുഭവപ്പെടുന്നത്. ഇതാ കാണുന്ന സിൽവർ ട്രീ മരങ്ങളുടെ ഇടയിലാണ് കാപ്പിച്ചെടികൾ സംരക്ഷിക്കപ്പെട്ടിട്ടുള്ളത്. ബെഡ്റൂമിന് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബാത്റൂമും നമുക്കിവിടെ സൗകര്യമായി കിട്ടിയിട്ടുണ്ട്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള സ്ഥലമാണ് റൂമായിട്ട് ഞങ്ങൾക്ക് അനുവദിച്ച് കിട്ടിയിരിക്കുന്നത്. 2 ഡേയ്സ് സ്റ്റേ ആണ് ഇവിടെ നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അങ്ങനെ മനോഹരമായ ചിക്കമംഗ്ലൂരിൻ്റെ എല്ലാ പ്രകൃതിരമണീയമായ ദൃശ്യങ്ങളും നമുക്ക് ഇവിടെ നിന്ന് തന്നെ കുറേ അധികം കാണാവുന്നതാണ്. മനോഹരമായ പൂക്കളും ലില്ലിപ്പൂവിൻ്റെ മനോഹാരിത നമുക്കിവിടെ ദർശിക്കാം. അതുപോലെ റിസോർട്ടിൻ്റെ ഉള്ളിലുള്ള കാഴ്ചകളാണ് ഇവിടെ വീഡിയോയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. വിവിധ തരത്തിലുള്ള മരങ്ങളുടെ ബാക്കി ഭാഗങ്ങളും അതുപോലെ കല്ലുകളും നിരവധി ചെടികളും മരങ്ങളും നിറഞ്ഞ മനോഹരമായ ഒരു റിസോർട്ടാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. നിരവധി തരത്തിലുള്ള ചെടികൾ അവർ റിസോർട്ടിന് ഇരുവശങ്ങളിലുമായി വെച്ചുപിടിപ്പിച്ചിരിക്കുന്നതായി കാണാം. നമുക്കതിലൂടെയുള്ള ബഗ്ഗി യാത്രയും സൗകര്യമാക്കിയിട്ടുണ്ട്. അതുപോലെ കുരുമുളക് ചെടി സിൽവർ ടിപ്പിലൂടെയാണ് ചുറ്റിപ്പറ്റി പടർന്നു കയറിയിരിക്കുന്നത്. കുരുമുളക് കൃഷിയുടെയും നാടാണ് ചിക്കമംഗളൂരു. ഇത് കോഫി ഫ്ലവേഴ്സാണ്. കോഫി ഫ്ലവേഴ്സ് ബ്ലൂം ചെയ്യുന്ന സമയത്താണ് നമ്മളിവിടെ എത്തിയിരിക്കുന്നത്. വേനൽക്കാലത്തെ ഫ്ലവേഴ്സ് മൊട്ടിട്ട് പൂ വിരിയുന്ന സമയമാണ്. മുല്ലപ്പൂവിനെ പോലെ തോന്നിക്കുന്ന ഫ്ലവേഴ്സ് കാപ്പിയുടെ മണം കൂടി ചേർന്ന് ഇവിടം സുഗന്ധപൂരിതമാക്കിയിരിക്കുന്നു. മുല്ലയനഗിരിയുടെ പീക്കാണ് അവിടെ നമുക്ക് അടുത്തതായി ദർശിക്കാൻ സാധിക്കുന്നത്. ഇന്ത്യയിൽ കാപ്പി ആദ്യം കൃഷി ചെയ്തത് ചിക്കമംഗ്ലൂരിലാണ്. ഏഷ്യയിലെ തന്നെ
ആദ്യത്തെ കാപ്പി ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ചിക്കമംഗളൂരിലാണ്. അതിനാൽ ഈ പ്രദേശം കാപ്പി നാടെന്ന് അറിയപ്പെടുന്നു. അതുപോലെ ഈ റിസോർട്ടിൽ നല്ലൊരു സ്വിമ്മിംഗ് പൂൾ അവൈലബിൾ ആയിട്ടുണ്ട്. ഇൻഡോർ ഗെയിമിങ്ങിനും ഔട്ട്ഡോർ ഗെയിമിങ്ങിനും പറ്റിയൊരു ഇടമാണിത്. ഉൾത്തകിടി കൊണ്ടും മരങ്ങളാൽ കൊണ്ടും മനോഹരമാണ് ഇടം. നിരവധി പണിക്കാർ ഈ സ്ഥലം നന്നായി മെയിൻറ്റെയിൻ ചെയ്യുന്നതിനാൽ ഇവിടെ എല്ലാം മനോഹരമായി തന്നെ കാണാവുന്നതാണ്. സ്വിമ്മിംഗ് പൂൾ ഉയരമനുസരിച്ച് പലർക്കുമായി ഡിവൈഡ് ചെയ്ത് വയ്ക്കുന്നത് കാണാം. അടുത്തതായി ഞങ്ങൾ കോഫി എസ്റ്റേറ്റിലേക്കുള്ള യാത്രയാണ്. നമ്മളെ ഗൈഡ് ചെയ്യുന്നതിനായി 2 പേരുണ്ടായിരുന്നു. കാപ്പിയുടെ പ്രധാന 2 സ്പീഷീസിനെ കുറിച്ചും വെള്ളം ഒലിച്ചിറങ്ങുന്നതിനെ കുറിച്ചുമൊക്കെ വന്യജീവി മൃഗങ്ങളെ കുറിച്ചുള്ള വിവരങ്ങളും അവർ നൽകിയിരുന്നു. അതുപോലെ എല്ലാ കാപ്പിച്ചെടികളും തന്നെ ധാരാളം പൂത്തു നിൽക്കുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നത്. അങ്ങനെ ഈ മനോഹരമായ ദൃശ്യം കണ്ട് നമ്മൾ ആ വഴിയിലൂടെ മുന്നോട്ട് നീങ്ങുകയാണ്. അങ്ങനെ എല്ലാ പൂക്കളും തന്നെ നല്ല വിടർന്നു നിൽക്കുകയാണ്. അതിമനോഹരമായ ഒരു കാഴ്ചയാണിത്. മുല്ലപ്പൂവിൻ്റെ പോലെയുള്ള കാപ്പിപ്പൂക്കൾ പൂത്തുലഞ്ഞു നിൽക്കുകയാണ്. അങ്ങനെ നമ്മൾ ഒരു ചാല് പോലെ പോകുന്ന ഒരു സ്ഥലത്ത് വെള്ളം പോകുന്ന ഒരു വഴിയിലെത്തി. അവിടെ മഴക്കാലത്ത് ധാരാളം വെള്ളം ഒലിച്ചിറങ്ങുന്ന ഒരു ചാലാണിത്. അതുപോലെ മഴക്കാലത്ത് ഇവിടെ ഫുൾ വെള്ളം നിറഞ്ഞു കവിഞ്ഞ് മലയുടെ മുകളിൽ നിന്ന് ഒഴുകി ഈ ചാല് വഴി ഒഴുകി പോകുമെന്നാണ് അവർ പറയുന്നത്. അങ്ങനെ ഗൈഡ് നമുക്ക് വേണ്ട വിധ നിർദ്ദേശങ്ങളും അതിനെക്കുറിച്ചുള്ള വിവരങ്ങളും തന്നിരുന്നു. അങ്ങനെ ചെറിയ ഇലകളോട് കൂടിയവയാണ് ഇവിടെ കൂടുതലായി കാണപ്പെടുന്നത്. ഇതിലൂടെ വെള്ളം ധാരാളം മഴക്കാലത്ത് ഒഴുകി വരും. അതിനുവേണ്ടി 2 സൈഡിലും ഇങ്ങനെ ചാല് പോലെ അവർ കോരിയെടുത്തിട്ടുണ്ട്. നടുവിലൂടെ നമ്മൾ നടന്ന് വീണ്ടും നമ്മുടെ റൂമിലേക്ക് എത്തുകയാണ്. തുടർന്ന് മുല്ലയനഗിരി പീക്കിലേക്കുള്ള യാത്രയും മഹാത്മാഗാന്ധി പാർക്കിലേക്കുള്ള യാത്രയും നമുക്കുണ്ടായിരുന്നു. ഇവിടം ധാരാളം കോഫി പ്ലാന്റ്സ് കൊണ്ട് ചുറ്റപ്പെട്ടതിനാൽ നമുക്ക് ഓരോ നേരവും അതിൽ നിന്ന് കണ്ണെടുക്കാതെ നോക്കിയിരിക്കാനുള്ള താല്പര്യം കാണും. പിന്നീട് ഒരു ബാത്തിന് ശേഷം ഉച്ചയ്ക്കത്തെ ഫുഡിനുള്ള തയ്യാറെടുപ്പിലേക്ക് ഹോട്ടലിലേക്ക് ഞങ്ങൾ കയറി. കഴിക്കാനായി എന്താണ് വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ നീർദോശയും അതുപോലെ മലനാടൻ ചിക്കൻ കറിയും ചിക്കൻ ഫ്രൈഡ് റൈസ് എന്നിവയാണ് നമ്മൾ വാങ്ങി കഴിക്കാൻ ഉദ്ദേശിച്ചത്. ഫുഡിന് ശേഷം വീണ്ടും കാപ്പി എസ്റ്റേറ്റിലേക്ക് കണ്ണോടിക്കുമ്പോൾ പൂത്തുലഞ്ഞു നിൽക്കുന്ന കാപ്പി കൃഷി കാണാവുന്നതാണ്. അങ്ങനെ ഫ്ലവേഴ്സാണ് എൻ്റെ കയ്യിൽ കാണുന്നത്, കാപ്പിയുടെ ഫ്ലവേഴ്സ്. അപ്പോൾ അതിനുശേഷം നമ്മളൊരു ഈവനിങ്ങോട് കൂടിയിട്ട് നമ്മൾ പ്ലേ ഏരിയയിലെത്തി. അങ്ങനെ കുട്ടികൾക്ക് വേണ്ട ഔട്ട്ഡോർ എക്യുപ്മെൻറ്റ്സ് എല്ലാം നമ്മുടെ പ്ലേ ഏരിയയിൽ സജീവമായിരുന്നു. സ്വിങ്, ഊഞ്ഞാലാടുന്നതിനുള്ള എക്യുപ്മെൻറ്റ്, സ്ലൈഡ്, അങ്ങനെയുള്ള പല വിധത്തിലുള്ള പാർക്കിലുണ്ടാകുന്ന എക്യുപ്മെൻറ്റ്സ് എല്ലാം അവിടെ നമുക്ക് ലഭ്യമായിരുന്നു. ധാരാളം ഭംഗിയുള്ള ഫ്ലവേഴ്സും മരങ്ങളും എല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഹിൽ സ്റ്റേഷൻ കൂടിയായ ചിക്മംഗ്ലൂരിലാണ് നമ്മളിവിടെ വിനോദസഞ്ചാരത്തിനായിട്ട് എത്തിച്ചേർന്നിരിക്കുന്നത്. അങ്ങനെ ചിക്കമംഗളൂർ പ്രകൃതിരമണീയമായ സ്ഥലങ്ങളാൽ ചുറ്റപ്പെട്ടിരിക്കുന്ന ഒരു ഹിൽ സ്റ്റേഷനാണ്. മംഗലാപുരം റോഡിൽ നഗരത്തിൽ നിന്നും വെറും 6 കിലോമീറ്റർ അകലെയുള്ള ഒരു ചെറിയ ഹിൽ സ്റ്റേഷൻ കൂടിയുള്ള ഗിരിദർശിനിയിൽ നിന്നൊക്കെ വീണ്ടും നമുക്കവിടെ എത്തിച്ചേരാം.
പിന്നെ അതുപോലെ നമുക്കിവിടെയുള്ള ഒരുപാട് വിനോദസഞ്ചാര കേന്ദ്രങ്ങളുണ്ട്. ചിക്കമംഗളൂർ എന്ന പേരിൻ്റെ ഉത്ഭവം തന്നെ ചിക്ക എന്ന അർത്ഥം വരുന്നത് ഇളയവൻ അല്ലെങ്കിൽ ഇളയ, അതുപോലെ മകളു എന്ന് പറയുന്നത് മകൾ, ഊരെന്ന് പറഞ്ഞാൽ സ്ഥലം അഥവാ നഗരം. ഇളയ മകൾക്കുള്ള സ്ഥലം എന്നതിൽ നിന്നാണ് ലഭിച്ചത്. അതായത് ചെറിയ മകൾക്ക് വേണ്ടിയിട്ടുള്ള സ്ഥലം, അതായത് സക്ര പട്ടണത്തിൻ്റെ ഇതിഹാസ തലവനായ ജുഗ്മാംഗത എന്ന് പറഞ്ഞൊരു രാജാവിൻ്റെ ഇളയ മകൾക്ക് സ്ത്രീധനമായി നൽകിയതാണ് ഈ ചിക്കമംഗളൂർ എന്ന സ്ഥലം. ഈ ചിക്കമംഗളൂർ എന്ന സ്ഥലത്ത് അങ്ങനെ നമ്മൾ വീണ്ടും ആ റൂമിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മളുടെ ഈ ചിക്കമംഗളൂർ എന്ന പേരിൻ്റെ ഉത്ഭവം തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഇപ്പോൾ ഞങ്ങളുടെ 112 എന്ന റൂമിലാണ് നമുക്കിവിടെ താമസിക്കാനുള്ള സൗകര്യം ഒരുക്കിയിരിക്കുന്നത്. അങ്ങനെ ദ സിൽവർ സ്കൈ റിസോർട്ടിൽ നമ്മളുടെ അതിമനോഹരമായ റൂമിലേക്ക് വീണ്ടും എൻട്രി ചെയ്യുകയാണ്. നമ്മൾ മുള്ളയങ്കിരി പീക്കിലേക്കാണ് അടുത്ത യാത്ര തുടങ്ങുന്നത്. അപ്പോൾ നമ്മുടെ സെക്കൻഡ് പാർട്ടിൽ അടുത്ത വിവരണങ്ങളും ഉണ്ടാകുന്നതാണ്. ടു ബി കണ്ടിന്യൂഡ്.